പിന്നെ എല്ലാവരുടെയും ഒരു സംശയമാണ്, ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക ടീമിനെ ബേസ് ചെയ്തിട്ടാണോ? അങ്ങനെയല്ല. ഈ പ്രോഗ്രാം മുഴുവൻ വെസ്റ്റീജ് എന്ന ബ്രാൻഡിലൂടെയാണ്. അതില് എല്ലാ നമുക്ക് വെസ്റ്റീജുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന, അസോസിയേറ്റ് ചെയ്യുന്ന വ്യത്യസ്ത ടീമുകളുണ്ട്. ഞാൻ പേരൊന്നും ഒന്നും പറയുന്നില്ല. വ്യത്യസ്ത ടീമുകളുണ്ട്, വ്യത്യസ്ത ലീഡേഴ്സ് ഉണ്ട്. എല്ലാവർക്കും കൂടെ ചേരുന്ന ആ, ഒറ്റ പ്രോഗ്രാമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക ടീമിന്റെ ആണെന്ന് കരുതണ്ട. നമുക്ക് ലിങ്ക് അങ്ങനെ ഒരു ടെക്നിക്കലി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വെസ്റ്റീജിയൻസ് എന്ന ബ്രാൻഡിലൂടെയാണ് നമ്മൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഓക്കെ, അർച്ചന മാഡം, താങ്ക് യു സോ മച്ച്. എല്ലാവരും സ്വാഗതം ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആർക്കെങ്കിലുമൊക്കെ പെന്നും പെൻസിലൊക്കെ എഴുതി വെക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ്. ആ പ്രോഡക്റ്റിനെ ഞാൻ ഇന്ന് എങ്ങനെ എടുക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഏതാണ്ട് 500 പോയിന്റിലൂടെയാണ് നിങ്ങൾക്ക് അത് പറയാൻ പോകുന്നത് കേട്ടോ. 500 പോയിന്റ് ഈ പ്രോഡക്റ്റിനെ ബേസ് ചെയ്ത് മാത്രം ഉണ്ടാവും. ഓക്കെ, ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ അവതരിപ്പിക്കും, നിങ്ങൾക്ക് അത് നോട്ട് ചെയ്യും. 500 പോയിന്റും പരസ്പരം കണക്റ്റഡ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ നിങ്ങളെ ഈ ബിസിനസ് വോളിയം ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരിക്കും. എങ്ങനെ ഓർഗൻ ബേസ്ഡ് എങ്ങനെയാണ്, പക്ഷെ നമ്മൾ ആദ്യം കണക്കാക്കുന്നത് എങ്ങനെയാണ്? യൂറിനൽ ട്രാക്ക് ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ ക്രാൻബറി യൂറിനൽ ട്രാക്ക് ഇൻഫെക്ഷൻ മാത്രമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ട് കരുതുന്നു. പക്ഷെ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ കമ്പനി വെസ്റ്റീജ് ഡിവൈൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് തന്നിരിക്കുകയാണ്. നമുക്കിപ്പോ മനസ്സിലാക്കാം. റെഡി അല്ലേ? ലെറ്റ് us start. ഞാൻ എന്റെ ഒന്ന് സ്ക്രീന് കട്ട് ചെയ്യുന്നുണ്ട്, കാരണം ചിലപ്പോൾ എന്റെ വൈഫൈ ഒന്ന് പോകും. നമുക്ക് സ്ക്രീൻ ഷാജി സാറ് വളരെ മനോഹരമായിട്ട് നമുക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, നമുക്കിന്ന് പരിചയപ്പെടുന്നത് ഏഷ്യയിലെ ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനി ആയിട്ടുള്ള, ലോകത്ത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന, 20 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന, വളരെയധികം അച്ചീവേഴ്സിനെ, അല്ലെങ്കിൽ വരുമാന സോഴ്സും ഒപ്പം തന്നെ ആരോഗ്യവും, ഒരുപാട് പേരുടെ സമ്പത്തിലും ആരോഗ്യത്തെയും മാറ്റങ്ങൾ കൊണ്ടുവന്ന, നമ്മുടെ എല്ലാവരുടെയും ഒരുപക്ഷെ ജീവിതത്തിന്റെ നെഞ്ചോട് ചേർന്ന് ബ്ലഡിലൂടെ അലിഞ്ഞ വെസ്റ്റീജിന്റെ പ്രോഡക്റ്റിനെ നമുക്കിന്ന് പരിചയപ്പെടാം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്രാൻബെറിയെ കുറിച്ചാണ്. എന്താണ് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് നമുക്ക് കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഈ ഒരു പ്രോഡക്റ്റിനെ ഡയറക്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ എന്താണ്? മൂത്രാശയ സംബന്ധമായിട്ടുള്ള, തുടങ്ങുമ്പോഴേ ഒരു മൂത്രാശയം എന്നൊന്നും കണക്കാക്കണ്ട, പൊതുവെ ലേഡീസുമായിട്ട് കണക്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണെങ്കിൽ പോലും ഈ പ്രോഡക്റ്റിന് നമ്മുടെ പ്രിയപ്പെട്ട ലേഡീസ്, അല്ലെങ്കിൽ വനിത, അല്ലെങ്കിൽ എല്ലാവർക്കും കൂടെ കണക്റ്റഡ് ആണ് കേട്ടോ. ജെന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാർക്ക് കൂടി ചേരും. നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാവും, ഈ പ്രോഡക്റ്റ് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത് ക്രാൻബെറി യൂറിനൽ ട്രാക്ക് ഇൻഫെക്ഷൻ ആണ്, അത് വുമൺസ് ഹെൽത്തുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്. പക്ഷെ കാറ്റഗറി അങ്ങനെയാണെങ്കിൽ പോലും ഇത് നമുക്ക് എങ്ങനെയെല്ലാം ഓരോരുത്തർക്കും സ്യൂട്ടബിൾ ആണോ നമുക്ക് നോക്കാം. അപ്പൊ UTI അല്ലെ, മൂത്രാശയ സംബന്ധമായിട്ട് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, മൂത്രാശയ സംബന്ധമായിട്ടുള്ള അണുബാധ, ഇതിനെ അല്ലെങ്കിൽ UTI അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നു. നമ്മുടെ മൂത്രനാളിയിൽ അല്ലെങ്കിൽ മൂത്രാശയത്തില്, വൃക്കകളില്, ഗർഭപാത്രത്തിൽ എന്നിവയുണ്ടാവുന്ന അണുബാധയാണ് UTI. നമുക്ക് നേരെ തിരിച്ച് നമ്മുടെ പ്രിയപ്പെട്ട, അതായത് ജെൻസ് എന്ന കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിലും നമുക്കും ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള നമ്മുടേതായ സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ ഇത് യൂറിനൽ ട്രാക്ക് ഇൻഫെക്ഷൻ വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ലേഡീസ് അല്ലെങ്കിൽ സഹോദരിമാർക്കാണ് കേട്ടോ. UTIയുടെ ലക്ഷണങ്ങൾ എന്താണെന്ന് ആദ്യം നിങ്ങൾക്ക് പലർക്കും അറിയാം. അമിതമായിട്ട് മൂത്രമൊഴിക്കാൻ തോന്നുക, ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ വരിക, മൂത്രം അറിയാതെ പോവുക, നമ്മൾ അറിയാതെ ഒന്ന് തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ കുനിയുമ്പോഴോ നമ്മൾ അറിയാതെ തന്നെ ഒന്ന് മൂത്രം പോവുക, അതുപോലെ തന്നെ കലങ്ങുക, അതായത് അമിതമായിട്ട്, അതായത് ഒരു കലങ്ങിയ രീതിയിൽ പോവുക, അതുപോലെ തന്നെ ചുവന്ന നിറത്തിൽ മൂത്രം പോവുക, അല്ലെങ്കിൽ രൂക്ഷമായ ഗന്ധത്തോട് മൂത്രം പോവുക. ഇതെല്ലാമാണ് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇനി ലക്ഷണങ്ങൾ ഞാൻ കണക്ട് ചെയ്യുന്നുണ്ട്. UTIയിൽ നമ്മുടെ ദഹന വ്യവസ്ഥ, ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ചിന്തിക്കുന്നത് നമ്മുടെ പ്രത്യേകിച്ച് വെജൈനൽ, ഞാൻ പലരും പുതിയ ആളുകളുണ്ടാവും, എല്ലാവരോടും സ്നേഹ ബഹുമാനത്തോടെ പറയുകയാണ്, ഇതൊരു ക്ലാസ് ആയിട്ട് കരുതുക. അപ്പോൾ വെജൈനൽ ആയിട്ട് നമുക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരിമാരുടെ യൂറിനേഷൻ മോഡ് നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ വരുന്ന സമയത്ത് എല്ലാവരും പറയുന്നത് അങ്ങനെയുള്ള ഇൻഫെക്ഷൻ ആണ് വരുന്നത്. അതൊരു പാർട്ടാണ്. പക്ഷേ നമ്മുടെ ദഹനം അല്ലെ, നമ്മുടെ എല്ലാവർക്കും ദഹന വ്യവസ്ഥയുണ്ട്. ഈ ദഹന വ്യവസ്ഥയിൽ വസിക്കുന്ന ബാക്ടീരിയകളുണ്ട് ധാരാളം, നല്ല ബാക്ടീരിയ. നമ്മൾക്ക് പ്രോബയോട്ടിക്സിനെ കുറിച്ചും കോംബയോട്ടിക്സിനെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ ക്ലാസ് ഒക്കെ നടന്നു പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ ബാക്ടീരിയകൾ, ദഹന വ്യവസ്ഥയിലെ ബാക്ടീരിയകൾ, ചീത്ത ബാക്ടീരിയകളൊക്കെ
നമ്മുടെ മലദ്വാരവുമായി ചുറ്റുമുള്ള ചർമ്മത്തില് അല്ലെങ്കിൽ മൂത്രനാളിയിലേക്ക് പെട്ടെന്ന് തന്നെ പടരാൻ ചാൻസസ് കൂടുതലാണ്. ഈ രീതിയിൽ നമുക്ക് ഒരു പോസിബിലിറ്റി ഉണ്ട്. അതായത് ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി അങ്ങനെയാണ്. ഇതല്ലാത്ത കുറെ പോസിബിലിറ്റീസും ഇനി പറയുന്നുണ്ട്. യുടെ ചികിത്സ എന്ന് പറയുന്നത് പൊതുവെ യൂറിനൽ ട്രാക്ക് ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മളൊരു ഡോക്ടറെ കാണുമ്പോൾ സാധാരണഗതിയിൽ അദ്ദേഹം റെക്കമെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്ന ആന്റിബയോട്ടിക്കുകൾ കൊണ്ട് ചികിത്സിക്കുകയാണ്. ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 14-15 ദിവസമാണ് ഇത് നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ളത്. അത് കഴിയുമ്പോൾ ഏതാണ്ട് ഈ ബാക്ടീരിയയുടെ ശക്തി നമ്മൾ ഡോക്ടർ എഴുതി കൊടുക്കുന്ന മെഡിസിനിലൂടെ അത് മാറും. പക്ഷെ ഒരു പ്രശ്നം എവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ UTIയിൽ നിങ്ങൾ ഏതൊരു വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ ആരെ നോക്കുകയാണെങ്കിലും നിങ്ങൾ ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഒരു മുഴയ്ക്കും വീണ്ടും ഈ UTI നിങ്ങൾക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അതായത് യൂറിനൽ ട്രാക്ക് ഇൻഫെക്ഷൻ, അതായത് ആന്റിബയോട്ടിക്കുകൾ കഴിച്ചാൽ പോലും UTI തിരിച്ച് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ക്ലിയർ ആണോ? ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണോ? മൂത്രാശയത്തിൽ നിന്ന് നേരത്തെ പറഞ്ഞിരിക്കുന്ന അണുബാധ പെറ്റുപെരുക അല്ലെ, വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നത് പെറ്റുപെരുക, അങ്ങനെയൊക്കെ പറയുമ്പോഴല്ലേ മനസ്സിലാവുള്ളൂ. അപ്പൊ ഈ ബാക്ടീരിയകൾ അമിതമായിട്ട് നമ്മുടെ മൂത്രാശയ സംബന്ധമായുള്ള ഏരിയയിലൊക്കെ അമിതമായിട്ട്, കാരണം എന്താ, അവിടെ നമ്മുടേതായിട്ടുള്ള വിയർപ്പുണ്ട്, കംഫർട്ട് സോൺ ആണ്. ബാക്ടീരിയ ഗ്രോത്തിന് നമ്മുടെ കൈകളും കാലുകളും ശരീരഭാഗങ്ങളൊക്കെ ഓപ്പൺ എയറുമായിട്ട് കണക്റ്റഡ് ആണ്. പക്ഷെ നമ്മൾ ഇത് ഡ്രസ്സുകളൊക്കെ പ്രോപ്പർ ആയിട്ട് ഇതാക്കുന്നതുകൊണ്ട് എന്ത് പറ്റും, മൂത്രനാളി മൂത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ അവർക്ക് വളരാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ചികിത്സ അല്ലെങ്കിൽ ഈ ഒരു രോഗം നിരന്തരം വന്നു പോയാൽ പിന്നീട് വൃക്കയിലേക്ക് ഈ അണുബാധ ബാധിക്കാൻ സാധ്യത കൂടുതലാണ്, വളരെ കൂടുതലാണ്. ക്രമേണ വൃക്കയിലേക്ക് അത് ബാധിക്കുമ്പോൾ നമ്മുടെ വൃക്കയ്ക്ക് ഡാമേജുകളിലേക്ക് വരാനുള്ള ഇത് വരുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യ പരിപാലനത്തിന് ധാരാളം എന്താണ് യൂറിനെ ടെസ്റ്റ് ചെയ്യുന്നു. നമുക്ക് തന്നെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നു, ഡോക്ടറെ കാണുമ്പോൾ ധാരാളം ടെസ്റ്റുകൾ നടത്തുന്നു. ഈ ടെസ്റ്റിലൂടെ നമുക്ക് പല ആന്റിബയോട്ടിക്കുകൾ റെക്കമെൻഡ് ചെയ്യുന്നു, അത് ഉപയോഗിക്കുന്നു. ഈ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസസ് കൂടുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇത് ലഘൂകരിക്കുന്നു എന്നേ ഉള്ളൂ. പൂർണ്ണമായിട്ടും കഴിക്കുന്നത് വഴി ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ യൂറിനൽ ട്രാക്റ്റിൽ നിന്ന് ഈ ബാക്ടീരിയയുടെ ഗ്രോത്തിനെ ഇല്ലാതാക്കാൻ കഴിയുന്നു. ഭക്ഷണങ്ങൾ സമയത്ത് ഭക്ഷണ രീതികൾ കഴിക്കുന്നു, പോഷകാഹാരങ്ങൾ കഴിക്കുന്നു, ദഹന പ്രക്രിയ കൃത്യമായിട്ട് നടക്കുന്നത് വഴി എന്ത് പറ്റും, ഇത്തരം പ്രശ്നത്തിന് ഒരു പരിധി വരെ സഹായിക്കാൻ പറ്റും. മറ്റൊരു കാര്യമാണ്, നമ്മുടെ പ്രിയപ്പെട്ട ലേഡീസ് അല്ലെങ്കിൽ സഹോദരിമാര് പൊതുവെ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്, അവര് മറ്റു വീട്ടിലെ എല്ലാ തിരക്കും ജോലികളും ഒക്കെ ചെയ്യും, അവർ വെള്ളം കുടിക്കാൻ മറന്നു പോകും. ഈ വെള്ളം കുടിക്കാൻ മറക്കുന്നത് വഴി സംഭവിക്കുന്നത് ഈ ബാക്ടീരിയ ഗ്രോത്തിനെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ സഹായം ചെയ്തു കൊടുക്കുന്നു. യൂറിനേറ്റ് ചെയ്യുന്നത് വഴി ആ പാസേജസിൽ ഉണ്ടാവുന്ന എല്ലാ ബാക്ടീരിയസിനെയും പുറത്തേക്ക് പോകാൻ കഴിയുന്നതിന് പകരം വെള്ളം കുടിക്കാതിരിക്കുന്നത് വഴി ബാക്ടീരിയയുടെ പെറ്റുപെരുകുന്ന അവസ്ഥ കൂടുതൽ കൂടുതൽ എന്ത് പറ്റുന്നു, വളർത്തിയെടുക്കാൻ ഒരു സഹായം ചെയ്യുന്നു. അതുവഴി നമ്മുടെ യൂറിനൽ ട്രാക്ക് ഇൻഫെക്ഷൻ നിരന്തരം നമ്മളെ വിട്ടു പോകാതിരിക്കുന്നു. അപ്പൊ ഇനി മുതൽ നിങ്ങൾ എന്ത് തിരക്കുണ്ടെങ്കിലും മൈ ഡിയർ ഫാമിലി മെമ്പേഴ്സ്, ദിവസവും, ഇനി പ്രത്യേകിച്ച് വേനൽക്കാലമാണ് വരുന്നത്, ഒരു 3 മുതൽ 4 ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കണം. അങ്ങനെ റെഡിയായവരൊക്കെ യൂറിനൽ ട്രാക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വെള്ളത്തിലൂടെ തന്നെ പരിഹരിക്കാൻ പറ്റും. ക്ലിയർ? അപ്പൊ വെള്ളം കുടിക്കാൻ റെഡിയായവരൊക്കെ ചാറ്റ് ബോക്സിൽ ആർന്ന് ടൈപ്പ് ചെയ്യൂ. വെള്ളം ഇന്ന് മുതൽ യൂറിനൽ ട്രാക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വെള്ളം കുടിക്കാൻ റെഡിയായവരൊക്കെ ചാറ്റ് ബോക്സിൽ ആർന്ന് ടൈപ്പ് ചെയ്യും. ഓക്കെ, ഉഷ മാഡം താങ്ക് യു, സിത്താര മാഡം താങ്ക് യു സോ മച്ച്. ഓക്കെ, എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. താങ്ക് യു നാരായണൻ സാർ, താങ്ക് യു സോ മച്ച്. അപ്പൊ കണ്ടിന്യൂ ചെയ്യാം. അപ്പോ നമുക്ക് വൃക്കയിലേക്കൊക്കെ ഇത് ബാധിക്കുന്നു. പിന്നീട് എന്ത് പറ്റുന്നു, വൃക്കയിൽ ധാരാളം കല്ലുകൾ ഫോം, കാരണം വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ വൃക്കയിൽ കല്ലുകൾ ഫോം ചെയ്യാനുള്ള സാധ്യത കൂടുന്നു. അതുപോലെ നമ്മുടെ വൃക്കയിലെ അണുബാധകൾ വരുന്ന സമയത്തൊന്നും വൃക്ക ഡാമേജിലേക്കൊക്കെ പോകാനുള്ള പോസിബിലിറ്റി ഇതിലൂടെ വരുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് ധാരാളം ടെസ്റ്റുകളുണ്ട്, ടെസ്റ്റിനെ കുറിച്ച് നമ്മൾ പോകുന്നില്ല. മെയിൻ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ ധാരാളം വെള്ളം കുടിച്ചുകൊണ്ട് മൂത്രം നിരന്തരം ഒഴിച്ചുകൊണ്ട് മൂത്രനാളിയിലൂടെ ഈ ബാക്ടീരിയ ഗ്രോത്തിനെ പൂർണ്ണമായിട്ടും പുറന്തള്ളുക എന്നതാണ് അപകട സാധ്യത ഇല്ലാതാക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ജോലി.
അപ്പൊ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായുള്ള ജലാംശം നിലനിർത്തുക, കൃത്യമായ അളവിൽ വെള്ളം കുടിക്കുക, വെള്ളം കുടിക്കുന്ന വഴി മൂത്രത്തിലൂടെ പുറന്തള്ള കഴിയുന്നു. ഇതുകൊണ്ട് മാത്രം നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നില്ല. നമുക്ക് വൈറ്റമിൻ സി, അല്ലെ, നമ്മൾ അമ്ല കഴിക്കുന്നവരാണ്. ആരൊക്കെ അമ്ല കഴിക്കുന്നുണ്ട്? അമ്ല കഴിക്കുന്നവരൊക്കെ യെസ് ടൈപ്പ് ചെയ്യൂ. വൈറ്റമിൻ സിയുടെ ഉപയോഗം ഉണ്ടെങ്കിൽ, വൈറ്റമിൻ സി ഉപയോഗിക്കുന്നവർക്കൊക്കെ മൂത്രനാളിയിലെ അണുബാധ വരുന്നത് സംരക്ഷിക്കാൻ കഴിയുന്നു. ഇത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അസിഡിറ്റി കുറയ്ക്കാൻ, അതായത് നമ്മൾ നേരത്തെ അമ്ലയുടെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ദഹിക്കാൻ, അല്ലെ, പണ്ട് കാലത്ത് ഉപ്പ് നെല്ലിക്കയൊക്കെ ഇട്ട് വെച്ച് ദഹനം പ്രോപ്പർ ആക്കുന്നു. വൈറ്റമിൻ സി കിട്ടുന്നു. ആസിഡിറ്റി ഇല്ലാതാക്കാൻ വൈറ്റമിൻ സി നന്നായി കിട്ടുമ്പോൾ ദഹനം നന്നായി നടക്കും. ദഹനം നന്നായി നടക്കുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ നമ്മുടെ പ്രവൃത്തികളെല്ലാം ആക്ടിവേറ്റ് ആവുന്നു. അപ്പോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയനെ ഗ്രോത്തിനെ പുറന്തള്ളാൻ, നമ്മുടെ യൂറിനും മോഷനും ഒക്കെ കൃത്യമായ രീതിയിൽ പോകുമ്പോൾ ബാക്ടീരിയ ഗ്രോത്ത് നശിപ്പിക്കാൻ വൈറ്റമിൻ സിക്കും കഴിയുന്നുണ്ട്. അപ്പൊ അമ്ല ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് യൂറിനൽ ട്രാക്കിനെ പരിഹരിക്കാൻ പറ്റുന്നുണ്ട്. പഴങ്ങളും പച്ചക്കറികളും നമുക്ക് വൈറ്റമിൻ സി ഉണ്ട്, കിട്ടുന്നുണ്ട്. നമ്മൾ ക്യാപ്സിക്കം, ഓറഞ്ച്, മുന്തിരി ഒക്കെ കഴിക്കുമ്പോൾ ഇതിലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഭാഗ്യവന്മാരായതുകൊണ്ട് എന്താ, അമ്ല എന്നൊരു ക്യാപ്സ്യൂളിലൂടെ നമുക്ക് വൈറ്റമിൻ സി ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നത് കൊണ്ട്, നമുക്ക് വൈറ്റമിൻ സി കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഈ പ്രശ്നത്തെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്നു. നമ്മുടെ ടോപ്പിക് ഇതല്ല, ക്രാൻബെറി ആണെങ്കിൽ പോലും നമുക്ക് സഹായകരമായിട്ട് വൈറ്റമിൻ സിയും ഇവിടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് ക്രാൻബെറി കഴിക്കുമ്പോൾ അതിന്റെ കൂടെ സപ്പോർട്ടീവായിട്ട് നമുക്ക് അമ്ല കൂടെ കഴിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിലേക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. എന്ത് പറ്റുന്നു? അസിഡിറ്റി ഇല്ലാതാക്കാൻ പറ്റുന്നു. യൂടിയുടെ അപകട സാധ്യതകൾ കുറയ്ക്കാനൊക്കെ പറ്റുന്നു. ഇനി അടുത്തതാണ് നമ്മുടെ ക്രാൻബെറിയിലേക്ക് പോവാണ്. ഓക്കെ, ക്രാൻബെറിയുടെ ശരിക്കും പറഞ്ഞാല് ക്രാൻബെറി ജ്യൂസ് ഒക്കെ പല മാർക്കറ്റിലെ പല കമ്പനികളും ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ക്രാൻബെറി ജ്യൂസിലേക്ക് പോകുന്ന സമയത്ത് അതിന്റെ യഥാർത്ഥ ഗുണം നമ്മുടെ UTI പരിഹരിക്കുന്നതിലേക്ക് എത്തുന്നില്ല. പക്ഷെ ക്യാപ്സൂൾ ഫോമിലേക്ക് പോകുമ്പോൾ, വെസ്റ്റിജ് ക്യാപ്സൂൾ ഫോമിലാണ് തരുന്നത്. അതുവഴി എന്ത് പറ്റുന്നു? ഇത് ഇന്റേണലി പോയ സമയത്ത് അത് വർക്ക് ചെയ്ത് ക്രാൻബെറിയുടെ എസൻസ് കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയും അത് ഇത്തരം ബാക്ടീരിയ ഗ്രോത്തിനെ തടയാനും നമ്മുടെ UTI പരിഹരിക്കാൻ പറ്റുന്നു. അപ്പൊ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മാർക്കറ്റിൽ ജ്യൂസ് ഒക്കെ കിട്ടുന്നുണ്ടല്ലോ, അത് കുടിച്ചാൽ പോരെ? പക്ഷെ ഈ ജ്യൂസിന്റെ എസൻസിൽ അത് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല. കാരണം ക്രാൻബെറിയുടെ എല്ലാ പോഷക മൂല്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വരുന്നുണ്ട്, അതിലെന്തെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്, അത് നഷ്ടപ്പെട്ടു പോകാൻ ജ്യൂസിലൂടെ കഴിക്കുന്ന സമയത്ത് സാധ്യത കൂടുതലാണ്. പക്ഷെ വെസ്റ്റീജ് അത് വളരെയധികം നമ്മൾ അഡ്വാൻസ്ഡ് ടെക്നോളജി അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് ആയതുകൊണ്ട്, നമ്മുടെ ആ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആ കാറ്റഗറിയിലായതുകൊണ്ട് ക്യാപ്സൂൾ രൂപത്തിലേക്ക് മാറ്റുന്നത് വഴി നമുക്ക് അതിൽ ഒന്നും നഷ്ടപ്പെടാതെ നമ്മുടെ UTI പരിഹരിക്കാൻ പറ്റുന്നു. ക്ലിയർ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ സീന്ന് ടൈപ്പ് ചെയ്യൂ. ഇനി നമുക്ക് ഇവിടെ പ്രോബയോട്ടിക്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. നമുക്ക് ഓൾറെഡി പ്രോബയോട്ടിക്സ് ഒക്കെ ഉണ്ട്. നമ്മളത് കഴിക്കുന്ന വഴി ദഹനത്തെ സുഗമമാക്കും. നമ്മുടെ കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുമ്പോൾ ഇത്തരം ബാക്ടീരിയ ഗ്രോത്തിനെ തടയാൻ പറ്റുകയും അതിന് നമുക്ക് വണ്ടർഫുൾ ആയിട്ട് കോംബയോട്ടിക്സ് എന്ന പ്രോഡക്റ്റ് ഉണ്ട്. ഇനി അതിലേക്ക് തൽക്കാലം പോകുന്നില്ല. അപ്പൊ ദഹനം പ്രോപ്പർ ആക്കാൻ നിങ്ങൾ ശ്രമിക്കുക. UTI വരുന്നവരുണ്ടെങ്കിൽ, അഥവാ നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന ആർക്കെങ്കിലും ഇത് ഉണ്ടെങ്കിൽ അവരുടെ ദഹനത്തെ ശരിയായ രീതിയിൽ പ്രോപ്പർ ആക്കി എടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് പ്രോബയോട്ടിക്, അതായത് നമ്മുടെ കോംബയോട്ടിക്സും റെക്കമെൻഡ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് മറ്റൊരു പ്രോഡക്റ്റും ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ അമ്ല പറഞ്ഞു തന്നു, അതിനോടൊപ്പം തന്നെ കോംബയോട്ടിക്സും ഈ ക്രാൻബെറിയുടെ കൂടെ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യുന്ന വഴി ദഹനം ശരിയാക്കിയെടുക്കുന്നു. അതുപോലെ ബാക്ടീരിയ ഗ്രോത്ത്, നമ്മുടെ പ്രോബയോട്ടിക്സ് ഗ്രോത്ത് കറക്റ്റ് ആക്കുന്നു. അതുവഴി UTI പരിഹരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നു. അപ്പോൾ നമുക്ക് ഇതിനെ കൂടെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ സപ്ലിമെന്റുകൾ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പോൾ പാർശ്വഫലങ്ങളൊന്നും ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് ആണ് ക്രാൻബെറി. യാതൊരു സൈഡ് എഫക്റ്റ് ഒന്നും ഒരു തരത്തിലും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ക്ലിയർ? ക്ലിയർ ആണല്ലോ അല്ലെ? അയ്യോ, നെറ്റ് പോയോ? യെസ്, ഉണ്ടല്ലേ. ഞാൻ എന്റെ വൈഫൈ പോയോന്ന് എനിക്കൊരു ഡൗട്ട് തോന്നി. ഓക്കെ, പെട്ടെന്ന് എനിവേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഞാൻ ഇനി നേരെ പോയിന്റ്സിലേക്ക് പോകണം. ക്രാൻബെറി ബേസ് ചെയ്ത് ആദ്യത്തെ ഒരു 250 പോയിന്റ് പറയാൻ പോകുന്നത്. ക്രാൻബെറിക്കയുടെ മെയിൻ ആയിട്ടുള്ള ജോലി നേരത്തെ പറഞ്ഞുള്ള ബാക്ടീരിയ ഗ്രോത്തിനെ ഇല്ലാതാക്കി നമ്മുടെ ബ്ലാഡർ, യൂറിനൽ ബ്ലാഡറിനെ
ഏറ്റവും നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുന്ന യൂറിനൽ വാൾ അല്ലെങ്കിൽ ബ്ലാഡർ, ആ നമ്മളൊരു ചുമരെന്നൊക്കെ വേണമെങ്കിൽ എളുപ്പത്തിൽ പറയാൻ പറ്റും കേട്ടോ. ബ്ലാഡർ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അവിടെ മൂത്രം അറിഞ്ഞോ അറിയാതെ ഒഴുകാൻ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രം ഒഴുകുന്ന ആ വാൾ അല്ലെങ്കിൽ ബ്ലാഡർ എന്നൊക്കെ നമുക്ക് എളുപ്പത്തിൽ പറയാം. അവിടെ ഉണ്ടാവുന്ന റിസ്ക് ഫാക്ടേഴ്സ്, എന്തെല്ലാം തരത്തിലുണ്ടാവുന്ന ഈ ബാക്ടീരിയയിലൂടെ ഉണ്ടാവുന്ന റിസ്ക് ഫാക്ടേഴ്സ് മുഴുവനായിട്ട് കുറയ്ക്കാൻ നമ്മുടെ ക്രാൻപെറി വുമൻസ് ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. ഇനി നമ്മുടെ ബ്ലാഡർ ഹെൽത്ത് കുറച്ചുകൂടി കണക്ട് ആയി കഴിഞ്ഞാൽ സ്ത്രീകളുടെ, വുമൻസ്, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ബ്ലാഡർ ഹെൽത്ത്, കാരണം ബ്ലാഡർ ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കാൻ കാരണം പലരും ഒന്നിൽ കൂടുതൽ പ്രഗ്നൻസി അല്ലെങ്കിൽ ക്യാരിയിങ് ചെയ്ത ആളുകളാണ്. അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ ബ്ലാഡർ സ്ട്രെങ്ത് കുറയാനുള്ള ഒരു പോസിബിലിറ്റി ചിലർക്കും പ്രഗ്നൻസിക്ക് ശേഷം അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷമൊക്കെ എന്ത് പറ്റുന്നുണ്ട്, ഇത്തരം പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ബ്ലാഡർ സ്ട്രെങ്ത് കൂട്ടുന്ന സമയത്ത് എന്ത് പറ്റും, നമ്മുടെ ഫങ്ഷൻ, യൂറിനൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തുള്ള ഫങ്ഷനിലേക്ക് മാറ്റാൻ പറ്റും. ഇതുകൂടാതെ തന്നെ നമ്മുടെ മെൻസ്ട്രൽ ഹെൽത്ത് ശരിയാക്കിയെടുക്കാൻ, മെൻസ്ട്രൽ ക്രാംസ് പരിഹരിക്കാൻ, കാരണം യൂറിനായിട്ട് ട്രാക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയ മുഴുവൻ ഒരു ക്രാൻബറിക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കഴിയുന്നത് വഴി മെൻസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ക്രാംസുകൾ, വേദനകൾ, ഇൻഫ്ലമേഷൻ ഒക്കെ കുറയ്ക്കാനും പരിഹരിക്കാനും പറ്റുന്നുണ്ട്. മെൻസ്ട്രേഷന്റെ സൈക്കിളിനെ ഇപ്പൊ നമ്മൾ പലപ്പോഴും ശതാവരി മാക്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ? ആരൊക്കെ ശതാവരി മാക്സ് ഉപയോഗിക്കുന്നവരൊക്കെ ചാറ്റ് ബോക്സിൽ യെസ് ടൈപ്പ് ചെയ്യൂ. ശതാവരി മാക്സ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ക്രാൻബറി നിങ്ങളുടെ ഇൻഫ്ലമേഷനെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്, മെൻസ്ട്രൽ ക്രാംസ് ഇല്ലാതാക്കാൻ, കുറയ്ക്കാൻ കഴിയുന്നുണ്ട്. ഈ സൈക്കിൾ, ഈ 27-28 ദിവസം വരുന്ന ഈ സൈക്കിളിനെ സപ്പോർട്ട് കൊടുക്കാൻ ക്രാൻബറി നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെനോപോസിന്റെ അവസാനം, അർത്ഥവിരാമം ഈ സമയത്തൊക്കെ ഉണ്ടാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ, വേദനകൾ, ശക്തമായിട്ടുള്ള പെയിൻസ് ഒക്കെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ ക്രാൻബറി സഹായിക്കുന്നുണ്ട്. ഇനി ക്രാൻബറി മറ്റൊരു രൂപത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഫെർട്ടിലിറ്റി, നമ്മൾ ശതാവരിയും ഫോളിക് ആൻഡ് പ്ലസ് ഒക്കെ നമ്മുടെ ഫെർട്ടിലിറ്റിയെ സഹായിക്കുന്നു എന്ന് പറയുന്ന പോലെ ക്രാൻബറിയും നമ്മുടെ ഫെർട്ടിലിറ്റിനെ സഹായിക്കുന്നുണ്ട്. ഓവറോൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, ഗർഭധാരണ ശക്തിയെ അല്ലെങ്കിൽ അതിന്റെ ക്യാരിയിങ് പവറിനെ കൂട്ടാൻ ക്രാൻബറി സഹായിക്കുന്നത്. നോക്കൂ, നമ്മൾ എവിടേക്കാണ് തുടങ്ങുന്നത്? UTI പരിഹരിക്കാനുള്ള ഒരു ഡിവൈൻ പ്രൊഡക്റ്റ് ആണ് ഏത്? ക്രാൻബറി. പക്ഷെ അതിനെ ബേസ് ചെയ്ത് കണക്ട് ചെയ്ത് കൊണ്ടിരിക്കുന്നത് അതിനെ എക്സ്ട്രാ 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 എക്സ്ട്രാ. അപ്പൊ നമ്മുടെ കമ്പനി എത്രത്തോളം റിസർച്ച് ചെയ്തിട്ടാണ് ഈ പ്രോഡക്റ്റ് നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി അടുത്തതാണ് നമ്മുടെ UTI പോലെ തന്നെ മെനോപോസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി ബോൺ ഹെൽത്തിന് പലപ്പോഴും നമ്മുടെ UTIനെ കണക്റ്റഡ് ആണെങ്കിൽ ബോൺ ഹെൽത്ത്, എല്ലുകളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും ഇവിടെ ക്രാൻബറി നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ, രോഗപ്രതിരോധ സംവിധാനം, കാരണം ബാക്ടീരിയ പോലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് യൂറിനൽ ട്രാക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത്. അപ്പൊ ബാക്ടീരിയനെ പുറന്തള്ളണമെങ്കിൽ എന്ത് ചെയ്യണം? ഇമ്മ്യൂണിറ്റി കൂടണം. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ ക്രാൻബറി നമ്മളെ സഹായിക്കുന്നുണ്ട്. അതേപോലൊപ്പം തന്നെ നമ്മുടെ ഇൻഫ്ലമേഷൻ, ഓവറോൾ ഹെൽത്തിനെ സഹായിക്കാൻ ക്രാൻബറി, ഒപ്പം ഡൈജസ്റ്റീവ് ഹെൽത്തിനെ, നമ്മുടെ ദഹനത്തെ സഹായിക്കാൻ ആർക്ക് പറ്റുന്നുണ്ട്? ക്രാൻബറി നമ്മളെ സഹായിക്കുന്നു. ഇനി ഇതേ പോവുകയാണെങ്കിൽ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ, സെർവിക്കൽ ക്യാൻസർ, യൂട്രസുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന, കാരണം എന്താ, യൂട്രസിന് ക്രാൻബറിക്ക് സെർട്ടൻ ക്യാൻസർ ആയിട്ടുള്ള നമ്മുടെ സെർവിക്കൽ യൂട്രസ് ക്യാൻസറും അതുപോലെ തന്നെ ഓവറൈൻ ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങളും ഒക്കെ, ബ്രസ്റ്റ് ക്യാൻസറിന്റെ പോസിബിലിറ്റി ഒക്കെ ഇല്ലാതാക്കാൻ ക്രാൻബറി നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ UTI പരിഹരിക്കുന്നതിനോടൊപ്പം തന്നെ ഈ സപ്ലിമെന്റ് കഴിക്കുമ്പോൾ നമുക്ക് അഡീഷണൽ ബെനിഫിറ്റ്സ് ആണ് ഇതിലൂടെ ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി കാർഡിയോവാസ്കുലർ കെയറിലേക്ക് നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻ, ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമുക്ക് ആവശ്യമായിട്ട് ന്യൂട്രിയൻസിലൂടെ ഇത് കിട്ടുന്നത് വഴി സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തതാണ്
യൂറിനൽ നമ്മുടെ പ്രോസ്റ്റേറ്റ് ജെൻസ്, നേരെ ഞാൻ ഇത്രയും നേരം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്കാണെങ്കിൽ ഇനി നമ്മൾ നേരെ ജെൻസിലേക്ക് കുറച്ച് ഓരോരോ പോയിന്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇതേപോലെയുള്ള എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കുന്ന പോലെ മെൻസ്ട്രേഷൻ ഒന്നും അല്ലാത്തത് ഇവിടെ നമ്മുടെ കിഡ്നി ഫംഗ്ഷൻ, ജെൻസ് ആണെങ്കിലും ലേഡീസ് ആണെങ്കിലും കിഡ്നി ഫംഗ്ഷൻ, കിഡ്നി സ്റ്റോണുകൾ അല്ലെ, പലപ്പോഴും പറയാറുണ്ട് കിഡ്നി സ്റ്റോൺ വന്നിരിക്കുന്നു എന്ന് പറയുന്നത്. ഈ പ്രശ്നത്തെ നമ്മുടെ ഇത് കഴിക്കുന്ന സപ്ലിമെന്റ് കഴിക്കുന്ന നമ്മുടെ ജെൻസ് അല്ലെങ്കിൽ സഹോദരന്മാരാണ്, അവരുടെ കിഡ്നി സ്റ്റോണിന്റെ പോസിബിലിറ്റി കുറയ്ക്കാൻ സഹായിക്കും. പ്രോസ്റ്റേറ്റ് ഹെൽത്ത്, നമ്മൾ പ്രോസ്റ്റേറ്റ് കെയറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പ്രോസ്റ്റേറ്റ് കെയർ അതിന് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ പോസിബിലിറ്റിയെയും സഹായിക്കാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ, വരാതിരിക്കാൻ, അതേപോലെ ഓവറോൾ ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്യാൻ, ദഹന പ്രക്രിയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർക്കും ഇംപ്രൂവ് കാർഡിയോ ഹെയർ, നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനൊക്കെ, സ്കിൻ ഹെൽത്ത്, ഇത് രണ്ടും നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഉള്ള കേട്ടോ, രണ്ടുപേർക്കും കണക്ട് ചെയ്യുന്നു. സ്കിൻ ഹെൽത്തിലേക്ക് വരുന്നു. അതുപോലെ തന്നെ കണ്ണിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. മാക്യുലർ ഡീജനറേഷൻ പോലെ പ്രശ്നത്തെ, പലരും ഹെയർ ഗ്രോത്ത്, മുടി കൊഴിച്ചില് അല്ലെങ്കിൽ ഹെയർ ഫോൾ ഉണ്ടാവുന്നു. ഇവിടെയൊക്കെ ഒരു ചെറിയ സപ്പോർട്ട്, ഞാൻ പറഞ്ഞത് UTIക്ക് ആണെങ്കിൽ കഴിക്കുന്നെങ്കിൽ പോലും ഒരു ചെറിയ സപ്പോർട്ട് ഈ നമ്മളെ എത്തിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മറ്റ് സപ്ലിമെന്റുകളൊക്കെ കഴിക്കുമ്പോൾ അതിന്റെ കൂടെ ഇതും ഒരു കണക്ഷൻ ആയിട്ട് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ? ഇതുവരെയും ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ സീന്ന് ടൈപ്പ് ചെയ്യൂ. ഇനി നമുക്ക് നമ്മുടെ ബ്ലഡ് സെൽസ്, കാരണം ബാക്ടീരിയ ഗ്രോത്ത് ഒക്കെ നശിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബ്ലഡ് എപ്പോഴും പ്യൂരിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ബ്ലഡ് ലിപ്പിഡ് പ്രൊഫൈൽസ് ഒക്കെ കറക്റ്റ് ആക്കി എടുക്കണം. ഇതുപോലെ തന്നെ സ്ട്രോക്ക് വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാൻ പറ്റും. ബ്രെയിനിന്റെ ഫംഗ്ഷനെ സപ്പോർട്ട് കൊടുക്കാൻ ക്രാൻബെറി നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ബോൺ ഡെൻസിറ്റി, അത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യിക്കാൻ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ടോട്ടൽ എക്സസൈസ് പെർഫോമൻസ്, ഓരോരുത്തരുടെ ആക്റ്റീവ്നെസ് കൂട്ടാൻ ആര് സഹായിക്കുന്നു? ക്രാൻബെറി സഹായിക്കുന്നു. ടോട്ടൽ ഒരു ഇൽനെസ്, ഒരു ആരോഗ്യ അവസ്ഥ, എന്തെങ്കിലും രോഗം വരുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ സഹായിക്കാൻ ആർക്ക് പറ്റുന്നുണ്ട്? ക്രാൻബെറിക്ക് പറ്റുന്നുണ്ട്. വിഷൻ, കണ്ണിന്റെ കാഴ്ചശക്തി, കണ്ണിന്റെ ഹെൽത്ത്, അതുപോലെ സ്കിന്നിന്റെ ഹെൽത്ത്, അതുപോലത്തെ അപ്പിയറൻസ്, സ്കിന്നിന്റെ അപ്പിയറൻസ്, ഈ അപ്പിയറൻസിനെയൊക്കെ അല്ലെങ്കിൽ കാഴ്ചയിൽ മനോഹരമായി തോന്നാൻ വേണ്ടിയിട്ടുള്ളൊക്കെ നമ്മൾ കഴിക്കുന്നത് UTI പരിഹരിക്കാനാണെങ്കിലും, പക്ഷെ അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത്. നെയിൽ, നമ്മുടെ നഖത്തിന്റെ അപ്പിയറൻസ് അല്ലെ, നഖം മനോഹരമായിരിക്കാൻ, ഇതിനൊക്കെ നമ്മളെ സഹായിക്കുന്ന ആരാണ്? ഇതേപോലെ നമ്മളെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആര്? നമ്മുടെ ക്രാൻബെറി. ക്ലിയർ? ക്ലിയർ ആണോ? ചാറ്റ് ബോക്സിൽ സീന്ന് ടൈപ്പ് ചെയ്തോളൂ. അപ്പോ ഇനി ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്ന പോലെ തോന്നരുതല്ലേ, അല്ലാത്ത രീതിയിൽ തന്നെ പറയാം. നമുക്ക് മൂത്രത്തിലുണ്ടാവുന്ന പഴുപ്പ്, മൂത്രക്കുഴലിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, മൂത്രസഞ്ചിയിലുണ്ടാവുന്ന, കിഡ്നിയിലുണ്ടാവുന്ന പഴുപ്പ്, ഇതൊക്കെ കൂടുതലായിട്ടും ഏതാണ്ട് 81 ലക്ഷം പ്രിയപ്പെട്ട സ്ത്രീകള് വർഷത്തിൽ ചികിത്സ തേടുന്ന ഒരു അസുഖമാണ് UTI. എങ്ങനെയെല്ലാം വരാം? യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുന്നു അല്ലെ, പൊതു കക്കൂസ്, പൊതു ശൗചാലയങ്ങൾ ഉപയോഗിക്കുന്ന വഴി നമ്മുടെ വീട്ടിലോ ഓഫീസിലോ ആർക്കെങ്കിലും UTI ഉണ്ടെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ ഇന്റേണലി ദഹന പ്രക്രിയയുടെ ഉണ്ടാകുന്ന ബാക്ടീരിയ ഗ്രോത്ത് ആണെങ്കിൽ, ഇനി പുറത്തു നിന്ന് എങ്ങനെ നമുക്ക് എത്തുന്നു നോക്കാം. നമ്മൾ പുറത്ത് എപ്പോഴും പബ്ലിക് ടോയ്ലറ്റുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഓഫീസുകളിലോ മറ്റെവിടെയെങ്കിലും പോയി ഉപയോഗിക്കുന്നവരാണ്. ഇതിൽ ആർക്കെങ്കിലും തൊട്ട് മുൻപ് ഫ്ലഷ് ഔട്ട് ചെയ്തു പോയാൽ പോലും അതിൽ ആർക്കെങ്കിലും UTI ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ സ്ത്രീ സഹോദരിമാര്, അവർ യൂറിനേറ്റ് ചെയ്യുന്ന മോഡ് ജെൻസിനെ അപേക്ഷിച്ച് വ്യത്യാസമായതുകൊണ്ട് ഇൻഫെക്ഷൻ വരാൻ പോസിബിലിറ്റി വളരെ വളരെ 95% കൂടുതലാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വെള്ളം കുടിക്കുന്നുണ്ടാവും, ഹെൽത്തി ഫോക്കസ്ഡ് ആയിരിക്കും, പക്ഷേ ഉപയോഗിക്കുന്ന പബ്ലിക് ടോയ്ലറ്റുകൾ ആ രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വരാൻ ചാൻസസ് കൂടുതലാണ്. അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൻഡ് ബാഗുകളിൽ നിങ്ങൾക്ക് എന്തുപയോഗിക്കാം? നമുക്ക് നമ്മുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഏത് ഉപയോഗിക്കാം? ആർക്ക് പറയാം? ആർക്ക് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം? ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് യൂറിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഏതാണ്?
ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ക്ലാസ്സുകാരൊക്കെ ശ്രദ്ധിക്കേണ്ട നോക്കട്ടെ. ഓക്കെ, വാഷ്. നോ, അമ്ല അല്ല. അറിയില്ല. ക്രാൻബെറി അല്ല. അബ്ദുൾ ജലീൽ സാർ, സൂപ്പർ. ഇന്റിമേറ്റ് വാഷ്. സുബൈദ മാഡം, സൂപ്പർ. ഇന്റിമേറ്റ് വാഷ് കറക്റ്റ് ആൻസർ. ഇന്റിമേറ്റ് വാഷ് ആണ് നിങ്ങൾക്ക് ഈ UTI പരിഹരിക്കാൻ, അല്ലെങ്കിൽ ഈ യൂറിനൽ ട്രാക്ക് ഇൻഫെക്ഷൻ. നമ്മൾ പബ്ലിക് ടോയ്ലറ്റ്, നമ്മളൊക്കെ ട്രാവൽ ചെയ്യുന്നവരാണ്. അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിലായിരിക്കാം നമ്മൾ പോയിട്ടുണ്ടാവുക. ആ സമയത്ത് നമ്മൾ അവിടെ ആർക്കെങ്കിലും ഉണ്ടെങ്കിലോ മുൻപ് ഉണ്ടായിട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിലും ഇതിന്റെ പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ആന്റിബയോട്ടിക്കുകൾ നേരത്തെ കഴിച്ചാൽ പോലും ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ കാരണം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് പറ്റും, നമ്മുടെ ഈ രോഗം ഏതാണ്ട് 20 മുതൽ 80% ആളുകൾക്കും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ലേഡീസിന് ഇത് റിപ്പീറ്റ് ചെയ്ത് വരാൻ പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, 20 മുതൽ 80% പേർക്കും ഇത് വരുന്നുണ്ട്. പക്ഷെ പുതിയ പഠനത്തിൽ 90% ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ 20 മുതൽ 80 വരെ, അതായത് ഓൾമോസ്റ്റ് എല്ലാവർക്കും റിപ്പീറ്റ് ചെയ്ത് വരുന്നു. ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ? നമ്മുടെ സ്ത്രീകളുടെ അല്ലെങ്കിൽ സഹോദരിമാരുടെ ശരീരഘടന വ്യത്യസ്തമായ രീതിയിലായതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ വരാൻ സാധ്യത കൂടുതലാണ്. ശരിയായ രീതിയിൽ ഇതിന് ചികിത്സ പലരും, നമ്മുടെ പ്രിയപ്പെട്ടവർ തന്നെ, ഇപ്പൊ നമ്മുടെ ഈ സൂം മീറ്റിംഗിൽ ഇരിക്കുന്നവർ തന്നെ പലർക്കും UTI ഉണ്ടാവും. അത് പിന്നെ നമുക്ക് തീരുമാനം എടുക്കാം. ഓ, അത് കുഴപ്പമില്ല. നോക്കൂ, നമ്മൾ ആലോചിക്കേണ്ടത്, ഇത് നിങ്ങളുടെ കിഡ്നിയെ ബാധിക്കാനുള്ള സാധ്യത ഏതാണ്ട് 80% പഠനങ്ങൾ പറയുന്നുണ്ട്. യൂറിനൽ ട്രാക്ക് ഇൻഫെക്ഷൻ നിങ്ങൾ വെള്ളം കുടിക്കാതെ മാത്രമല്ല, ഈ ബാക്ടീരിയ ഗ്രോത്ത് അവിടെ നിരന്തരം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കിഡ്നിയെ ബാധിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അമിതമായിട്ടുള്ള മൂത്രം കടച്ചിലുകൾ ഉണ്ടെങ്കിൽ, റിപ്പീറ്റ് ചെയ്ത് കൂടെ മൂത്രമൊഴിക്കാൻ ടെൻഡൻസി ഉണ്ടെങ്കിൽ, കുറച്ച് മാത്രം പോകുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ വെള്ളം കുടിച്ചിട്ടൊക്കെ ഉണ്ടാവും, കുറച്ച് വിട്ട് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൂത്രം പിടിച്ചു വെക്കാൻ, നമ്മുടെ കൺട്രോളിനല്ലാത്ത പിടിച്ചു വെക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ, മൂത്രത്തിൽ ബ്ലഡിന്റെ അംശം ഉണ്ടെങ്കിൽ, മൂത്രത്തിൽ പതഞ്ഞതോ വെളുത്തതോമായിട്ടുള്ള നിറമുണ്ടെങ്കിൽ, ഇതിന് യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് അസഹ്യമായിട്ടുള്ള വേദന നിങ്ങൾക്ക് അടിവയറിന്റെ ഭാഗത്തോ നാഭിയിലോ നിങ്ങളുടേതായ സ്വകാര്യ ഭാഗങ്ങളിലോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉറപ്പിക്കാം UTIയുടെ പിടിയിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. ക്ലിയർ? അപ്പൊ ലക്ഷണങ്ങൾ ഒന്നുകൂടെ വേണമെങ്കിൽ ആവർത്തിക്കാം. ഇത് നമുക്ക് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരാളോട് ചോദിക്കാം. ഇത്തരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യാം. റിപ്പീറ്റ് ചെയ്യുന്നു. രോഗലക്ഷണങ്ങൾ: അമിതമായിട്ടുള്ള മൂത്രം കടച്ചിൽ വരിക, യൂറിനേറ്റ് ചെയ്യണം എന്നുള്ളത് തോന്നുക, കൂടെ മൂത്രം ഒഴിക്കാൻ തോന്നുക, അതുപോലെ തന്നെ മൂത്രം പിടിച്ചു വെക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രം ഒഴിക്കേണ്ട മൂത്രം പെട്ടെന്ന് പോകാനുള്ളത് വരിക, മൂത്രത്തിൽ രക്തത്തിന്റെ അംശം വരിക, മൂത്രം വെളുത്തതും പതഞ്ഞതുമായിട്ട് വരിക, അസഹ്യമായിട്ടുള്ള വേദന വരിക, അസഹ്യമായിട്ടുള്ള സ്മെല്ല് വരിക, അതുപോലെ അടിവയർ നാഭി ഭാഗങ്ങളിൽ ശക്തമായ വേദനകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിർബന്ധമായിട്ടും ക്രാൻബെറി കഴിച്ചിരിക്കണം. ഓക്കെ, എന്താണ് ക്രാൻബെറി എന്ന് പറയുന്നത് വെച്ചാൽ, നോർത്ത് അമേരിക്കയിൽ വർഷം മുഴുവൻ കണ്ടുവരുന്ന ഒരു ചെടിയാണ് ക്രാൻബെറി. ഇതിന്റെ ഇലയും പൂവും പഴവും ഒക്കെ മൂത്രാശയ സംബന്ധമായിട്ടുള്ള, അല്ലെങ്കിൽ വയറും ലിവറും അത്തരം പ്രശ്നങ്ങളിലുമൊക്കെ ഉണ്ടാവുന്ന മുറിവുകൾ ഉണക്കാൻ വളരെയധികം റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഒരു പ്രോഡക്റ്റാണ്. അതുപോലെ തന്നെ ഇതിലെ മറ്റൊരു ഘടകം ഡിമോനോസ്. ഈ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്തോളൂ, ഡിമോനോസ്. ഇത് ഗ്ലൂക്കോസിന് പകരമായിട്ടുള്ള ഒരു മധുരമാണ് ഈ ഡിമോനോസ്. ഈ ആപ്പിളിലും ഓറഞ്ചിലും പീച്ച്, ബ്ലൂബെറി, ക്രാൻബെറി, ഇതിലൊക്കെ പ്രകൃതിദത്തമായിട്ട് ഇതിലുണ്ട്. ഈ ക്രാൻബെറിയുടെയും ഡിമോനോസിന്റെയും ഈ ഒരു കോമ്പിനേഷൻ മൂത്രാശയ രോഗങ്ങളെ പൂർണ്ണമായിട്ടും ഫലപ്രദമായിട്ട് ചികിത്സിച്ച് മാറ്റാം എന്നുള്ളത് വിജയം കണ്ട ഒരു പ്രോഡക്റ്റ് ആണ് ക്രാൻബെറി. എന്തെല്ലാം കൊണ്ടാണ് നോക്കാം. മൂത്രക്കുഴലിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ ക്രാൻബെറിയിൽ ഉണ്ടാവുന്ന ഒരു സിട്രിക് ആസിഡ് ഉണ്ട്. ഈ സിട്രിക് ആസിഡ് മൂത്രസഞ്ചിയിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടിനെ പരിഹരിക്കാൻ കഴിയുന്നുണ്ട്. ഈ പോയിന്റ് നോട്ട് ചെയ്തോളൂ. ക്രാൻബെറിയിലെ സിട്രിക് ആസിഡ്, റിപ്പീറ്റ് ചെയ്യുന്നു, മൂത്രസഞ്ചിയിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ കഴിയുന്നു. അതുകൊണ്ടാണ് നമ്മുടെ UTI മാറുന്നത്.
ഇനി ഡിമോനോസ് എന്ന ഈ ഘടകം, പ്രൊനൗൺസിയേഷനൊക്കെ അങ്ങോട്ടും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടോ, നിങ്ങളുടെ ലീഡേഴ്സ് വേറെ എന്തെങ്കിലും ഡിമോനോസ് എന്നൊക്കെ പറഞ്ഞാൽ ചിലർ ഡിമോനോസ് പറയും, ചിലർ ഡിമോനോസ് എന്നൊക്കെ പറയും. അങ്ങനെ നോക്കണ്ട, നമ്മൾ ഡിമോനോസ്. ഓക്കെ. മൂത്രക്കുഴലിന് ചൊറിച്ചിൽ, അസഹ്യമായിട്ടുള്ള ചൊറിച്ചിൽ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടാവാറുണ്ട്. ഇതിനെ അകറ്റാൻ ഡിമോനോസിന് കഴിയുന്നുണ്ട്. ഡിമോനോസ് വഴി ദഹന പ്രക്രിയ, ഞാൻ നേരത്തെ പറഞ്ഞ ദഹന പ്രക്രിയ സുഗമമാക്കാനും കഴിയുന്നുണ്ട്. നമ്മുടെ ചർമ്മരോഗങ്ങളെ പരിഹരിക്കാനും മുടിയുടെ ആരോഗ്യത്തെ, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ, ഒരു പ്രിയപ്പെട്ട സഹോദരിക്ക് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളെ കണക്ട് ചെയ്തിരിക്കുന്ന എന്തെല്ലാമോ അസുഖങ്ങൾ. പലരും നമ്മൾ ഈ ഷാമ്പു മാറ്റുന്നു എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ ബയോട്ടിക്സ്, അതായത് കോംബയോട്ടിക്സ്, ദഹന പ്രക്രിയയിൽ എവിടെയോ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ UTI-യുമായിട്ട് കണക്റ്റഡ് ആയിട്ട് എന്തോ പ്രശ്നമുണ്ട്. ഇതൊക്കെ നിങ്ങൾ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ മറ്റേതോ ഒരു അസുഖത്തിന്റെ ഒരു കണക്ഷൻ ആയിട്ട് നിങ്ങൾ പോസിബിലിറ്റി ആയിട്ട് കരുതുക. അപ്പോൾ ചർമ്മത്തിന്റെ ആരോഗ്യത്തെ പ്രൊട്ടക്ട് ചെയ്യാനും മുടിയുടെ ആരോഗ്യത്തെ നിലനിർത്താനും യൗവനം നിലനിർത്താനും ഒക്കെ ഈ ഒരു പ്രോഡക്റ്റ് സഹായിക്കുന്നുണ്ട്. അപ്പൊ ആന്റി ഏജിങ്ങിന് വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റും. ദിവസത്തിൽ 1 വീതം ഭക്ഷണത്തിന്റെ കൂടെ നമുക്കിത് കഴിക്കാം. ഇനി ആരൊക്കെ ഉപയോഗിക്കണം എന്നൊരു ചോദ്യത്തിനും, സ്ഥിരമായി യാത്ര ചെയ്യുന്നുണ്ടോ, ആരും ആയിക്കോട്ടെ. നമ്മൾ പ്രത്യേകിച്ച് വെസ്റ്റ് ഇന്ത്യൻസ് ധാരാളം യാത്ര ചെയ്യുന്നവരാണ്. കാരണം നമുക്ക് നമ്മുടെ ടീമിന്റെ അടുത്ത് പോകേണ്ടി വരും, നമുക്ക് പ്രോസ്പെക്റ്റിന്റെ അടുത്ത് പോകേണ്ടി വരും, നമുക്ക് ധാരാളം മീറ്റിങ്ങിന് പോകേണ്ടി വരും. ഇപ്പൊ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ഥിരമായി യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാൻഡ് ബാഗിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബാഗിനകത്ത് ഈ ഒരു പ്രോഡക്റ്റ് കൈകൾ വെക്കുന്നതും ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. മുൻപ് മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ, യൂറിനൽ ട്രാക്ക് ഇൻഫെക്ഷൻ പോലെ ഏതെങ്കിലും രോഗങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ അവരിത് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. അതുകൂടാതെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളൊക്കെ കോളേജുകളും സ്കൂളിലും ഒക്കെ പോകുന്നുണ്ട്. ഇവിടെയൊക്കെ അവർ പബ്ലിക് ടോയ്ലറ്റുകൾ അവർ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്കൂളുകളിലോ കോളേജുകളിലോ പോകുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന് മുമ്പ് യൂറിനേറ്റ് ചെയ്ത് പോകുന്ന ഒരു കുട്ടി ആയിക്കോട്ടെ, ആ കോളേജിലെ സ്റ്റുഡന്റ് ആയിക്കോട്ടെ, ആ കുട്ടിയിലൂടെ ഉണ്ടാവുന്ന ഈ ബാക്ടീരിയ ഗ്രോത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് വരാൻ സാധ്യത കൂടുതലായതുകൊണ്ട് പബ്ലിക് ടോയ്ലറ്റുകൾ ഏതും, നമ്മുടെ സ്കൂളിലോ കോളേജിലോ എവിടുത്തെ ആയിക്കോട്ടെ, ഓഫീസിലായിക്കോട്ടെ, അങ്ങനെ പോകുന്നവരൊക്കെ ഹോസ്റ്റൽ സൗകര്യം, അല്ലെങ്കിൽ ഹോസ്റ്റലിലൊക്കെ പലരും ഹോസ്റ്റലിൽ താമസിക്കുന്നവരുണ്ടാവും, ഇവിടെയൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കണം. ക്ലിയർ? ഇനി വൈറ്റ് ഡിസ്ചാർജ്, വെള്ളപ്പോക്ക്, അങ്ങനെ വെള്ള പോകുന്ന ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നതും കയ്യിൽ കരുതുന്നതും, കയ്യിൽ കരുതാൻ മീൻസ് ഉപയോഗിക്കാനാണ് ഞാൻ പറഞ്ഞത്, കയ്യിൽ കരുതിക്കൊണ്ട് നടക്കുകയല്ല, ബാഗിലിട്ട് നടക്കുകയല്ല, ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്രാൻബെറി യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കഴിയാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് വെള്ളം കുടിക്കണം. പക്ഷെ വെള്ളം കുടിക്കാതെ വരുന്നുണ്ടെങ്കിൽ അവരും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ക്ലിയർ ആണോ? ഈ പോയിന്റ്സ് ഒക്കെ നന്നായി ക്ലിയർ ആണോ നിങ്ങൾക്ക്? ക്ലിയർ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ നിന്ന് ടൈപ്പ് ചെയ്യൂ. യെസ്, അബ്ദുൾ മജീദ് സാർ, താങ്ക് യു. സുബൈദ മാഡം, താങ്ക് യു. അപ്പോ തുടങ്ങാം, വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ക്രാൻബെറിയിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് നമ്മളെ ക്രാൻബെറി സഹായിക്കുന്നത്? ഇതിൽ വൈറ്റമിൻ സി ഉണ്ട് കേട്ടോ. വൈറ്റമിൻ സി നമ്മുടെ ഇമ്മ്യൂണിറ്റി ഫംഗ്ഷനെ, അല്ലെങ്കിൽ ദഹന പ്രക്രിയയെ, നമ്മുടെ സ്കിൻ ഹെൽത്തിനെ, അയൺ അബ്സോർപ്ഷൻ, നമ്മുടെ ശരീരത്തിലേക്ക് ഇരുമ്പിന്റെ അംശം, നമ്മളൊക്കെ ഫോളിക് പ്ലസ് കഴിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ പച്ചക്കറികളിലൂടെ പഴങ്ങളിലൂടെ ചെറിയ രീതിയിൽ ഇരുമ്പ് അല്ലെങ്കിൽ അയണിന്റെ അംശം കിട്ടുന്നവരുണ്ട്. വലിച്ചെടുക്കാൻ ക്രാൻബെറിയിലെ വൈറ്റമിൻ സി നമ്മളെ സഹായിക്കുന്നു. അപ്പൊ ഇതിലെ വൈറ്റമിൻ സി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പോയിന്റ് നോട്ട് ചെയ്തുള്ളൂ, വൈറ്റമിൻ സി. ഇനി വൈറ്റമിൻ ഇ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ആന്റി ഓക്സിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. എന്താണ്? നമ്മുടെ സെൽസിന്റെ ഡാമേജ് പരിഹരിക്കാൻ സഹായിക്കുന്നു.
വൈറ്റമിൻ ഇ, പോയിന്റ് നോട്ട് ചെയ്തോളൂ. വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ ഇവിടെ നമ്മളെ സഹായിക്കുന്നത് ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടിയാണ്. അത് നമ്മുടെ സെൽസിന്റെ ഡാമേജ്, നമ്മുടെ കോശങ്ങളുടെ ഡാമേജ് പ്രൊട്ടക്ഷന് വേണ്ടി കൊടുക്കുന്നു. ഇതിൽ വൈറ്റമിൻ കെ, വൈറ്റമിൻ കെ ഉണ്ട്. ഇത് ബ്ലഡ് ക്ലോട്ടിങ്, നമ്മൾ ശരിക്കും നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവുകൾ ഉണ്ടാവുകയാണെങ്കിൽ ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട്, നമ്മുടെ മുറിവുണ്ടായാലോ പ്രത്യേകിച്ച് പീരീഡ്സ് ഒക്കെ സമയത്ത് അത് പ്രോപ്പറായിട്ട് നിൽക്കാനൊക്കെ വൈറ്റമിൻ കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ ക്രാൻബെറിയിലെ വൈറ്റമിൻ കെ ബ്ലഡ് ക്ലോട്ടിങ്ങിനും ഒപ്പം തന്നെ ബോൺ ഹെൽത്തിനും സഹായിക്കുന്നുണ്ട്. കാരണം ബ്ലഡിന്റെ എല്ലാം ബോണിലൂടെ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ബ്ലഡ് ക്ലോട്ടിങ്ങിനും ബോൺ ഹെൽത്തിനും വൈറ്റമിൻ കെ സഹായിക്കും. വൈറ്റമിൻ B6 ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ B6 ഇത് നമ്മുടെ എനർജി മെറ്റബോളിസം, നെർവ്സ് ഫങ്ഷനിങ് കറക്റ്റ് ആക്കും. ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നെങ്കിൽ ഈ ക്രാൻബെറിയിലെ വൈറ്റമിൻ B6 നമ്മളെ നമ്മുടെ എനർജി നന്നാക്കി എടുക്കാനും നമ്മുടെ നെർവ്സ്, ഞരമ്പുകളുടെ ആരോഗ്യത്തിന് സപ്പോർട്ട് കൊടുക്കണം. ക്ലിയർ? ഇതോടൊപ്പം തന്നെ ഇനി മിനറൽസ് ഇത് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതേ ക്രാൻബെറിയിൽ തന്നെ നമുക്ക് മിനറൽസ് ഉണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന, എല്ലാം ഒന്നും പറയുന്നില്ല, വളരെ കുറച്ച് മാത്രമേ പറയുള്ളൂ. മാഗ്നീസ് അടങ്ങിയിട്ടുണ്ട്, മാഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ എൻസൈം ഫങ്ഷൻ, നമ്മുടെ ശരീരത്തിൽ പലതരം ധാരാളം എൻസൈം, അതായത് മുറിവുണക്കാനും നമ്മുടെ രോഗപ്രതിരോധ ശക്തി കൂട്ടാനും ബോൺ ഹെൽത്തിനും ഉണ്ടാവുന്ന സഹായിക്കാൻ ഇത് കഴിയുന്നുണ്ട്. അടുത്ത കോപ്പർ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കോപ്പർ എന്താണ്? നമ്മുടെ ടിഷ്യൂ, നമ്മുടെ കോശങ്ങളും ടിഷ്യൂ കലകളൊക്കെ ഇല്ലേ, ഇതിന്റെ ഹെൽത്തിനെ ക്രാൻബെറി സഹായിക്കുന്നുണ്ട്. ഒപ്പം എനർജി, കോശങ്ങളെ എനർജി ആക്കി നിർത്തിയാൽ മാത്രമേ ഇവിടെ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെ നമ്മൾ ഓരോരുത്തരും നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കുള്ളൂ. അപ്പോ നമ്മുടെ ടിഷ്യൂ ഹെൽത്തിനെ ഈ ഇതിലടങ്ങിയിരിക്കുന്ന കോപ്പർ സഹായിക്കുന്നുണ്ട്. അടുത്തതാണ് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ബ്ലഡ് പ്രഷർ, നോക്കൂ, പലരും BP ആണ് എന്ന് പറയുമ്പോൾ ഇവിടെ ബ്ലഡ് പ്രഷർ സപ്പോർട്ട് കൊടുക്കാൻ, നോർമൽ അല്ലെങ്കിൽ അത് ബാലൻസ് ചെയ്യാൻ, ഹാർട്ടിന്റെ ഹെൽത്തിന് കറക്റ്റ് ആക്കാൻ, അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻ കറക്റ്റ് ആക്കുന്ന വഴി എവിടുന്നാണ് നമുക്ക് BP കൂടാൻ പോസിബിലിറ്റി? ഹാർട്ടിൽ നിന്നാണ്. ഈ ഹാർട്ടിന്റെ ഹെൽത്തിന് സപ്പോർട്ട് കൊടുക്കും എന്ത് പറ്റും? ഈ പൊട്ടാസ്യം സഹായിക്കുന്ന വഴി എന്ത് പറ്റും? ബ്ലഡ് പ്രഷർ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഹാർട്ടിന്റെ ഫങ്ഷനെ സഹായിക്കുന്നുണ്ട്. ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയുടെ പ്രോസസ്സുകളും അതുപോലെ എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ബോൺ ഹെൽത്തിനൊക്കെ സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ? പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യാൻ പറ്റുമോ? അടങ്ങിയിരിക്കുന്നൊക്കെ എഴുതാൻ പറ്റിയവരൊക്കെ സി എന്ന് ടൈപ്പ് ചെയ്തോളൂ, അല്ലെങ്കിൽ എസ് ടൈപ്പ് ചെയ്യാം. എസ് നാരായണൻ സാറേ, ഓക്കെ. റഹ്മത്ത് മാഡം താങ്ക് യു. ഉഷ മാഡം താങ്ക് യു. ഇനി നമുക്ക് ഇതിൽ ആന്റി ഓക്സിഡന്റ് ഉണ്ട് കേട്ടോ. ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയിട്ട് ഫ്ലാവനോയിഡ് ഉണ്ട്, ടാന്നസ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഇതൊക്കെ നമ്മുടെ UTIനെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഏതാണ്ട് കുറെ ഉണ്ട്. അപ്പൊ അത് മുഴുവനായിട്ട് നമ്മൾ എടുക്കുന്നില്ല, കുറച്ച് മാത്രം. ധാരാളം ആന്റി ഓക്സിഡന്റ് ഇതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. മെയിൻ ആയിട്ട് നമുക്ക് ഇതിൽ അടങ്ങിയത് വൈറ്റമിനും മിനറൽസും മാത്രം നോക്കിയാൽ മതി. ബാക്കി ആന്റി ഓക്സിഡന്റുകളൊക്കെ ഉണ്ട്. അത് മുഴുവൻ നമുക്ക് പറഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലാസ് തീരില്ല. അപ്പൊ ഓവറോൾ ആയിട്ടുള്ള ക്രാൻബെറി ഒരു ന്യൂട്രിയന്റ് ആയിട്ട്, നമ്മുടെ ന്യൂട്രിയന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന വഴി എസെൻഷ്യൽ ആയിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും ആന്റി ഓക്സിഡന്റും ഇതിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ UTI പരിഹരിക്കാൻ ഇത് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. ക്ലിയർ? ക്ലിയർ ആണോ? ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നൊരു 50 മിനിറ്റ് എടുക്കുന്നുള്ളൂ കേട്ടോ, 10 മിനിറ്റ് കൂടി എടുക്കുന്നുള്ളൂ. ഇനി നമ്മുടെ ശരീരത്തിന് നമ്മുടെ പലപ്പോഴും ഉണ്ടാവുന്ന വൈറസ് സംബന്ധമായിട്ടുള്ള UTI, ഞാൻ നേരത്തെ പറഞ്ഞു, ബാക്ടീരിയ ഗ്രോത്തിനെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ YP, ഏതെങ്കിലും
ഭക്ഷണ പദാർത്ഥങ്ങൾ ദഹന പ്രക്രിയയെ വൈപ്പ് ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. യൂറിൻ ഹോൾഡ് ചെയ്യുന്ന, ഒരുപക്ഷെ നമുക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്, യൂറിൻ ഹോൾഡ് ചെയ്യാൻ, ആ ഹോൾഡിംഗ് പവർ കൂട്ടാൻ ക്രാൻബെറി നമ്മളെ സഹായിക്കുന്നുണ്ട്. ഹോർമോണൽ ചേഞ്ചസ് പലരുടെ ഉണ്ടാവാറുണ്ട്, മെനോപോസ് പോലെ പ്രശ്നങ്ങൾ, അതുപോലെ ഹോർമോൺ, അതിനെ പരിഹരിക്കാൻ സഹായിക്കുന്നുണ്ട്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, ലൈംഗിക ബന്ധവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന, അവിടെ ഉണ്ടാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള പരസ്പരം, നമ്മൾ ചിലപ്പോൾ ഭാര്യയും ഭർത്താവും ഒക്കെ ആണെങ്കിൽ പോലും ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, ചെറിയ നോർമൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, അത് ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇത് ഇല്ലാതാക്കാൻ ക്രാൻബെറി നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ തന്നെ ഫ്രീക്വന്റ് ആയിട്ടുള്ള യൂറിനേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സ് നമ്മളെ കറക്റ്റ് ആക്കാൻ, ഈ മെയിൻ ആയിട്ട് യൂറിൻ പോകുന്ന സമയത്ത് അമിതമായിട്ടുള്ള സ്മെൽ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാൻ, പിന്നെ നിരന്തരം നമുക്ക് പനി വരുന്നുണ്ടെങ്കിൽ, നമുക്ക് UTI ഉണ്ടെന്ന് നമുക്ക് കരുതാം. ലക്ഷണങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്യുന്നതാണ് ഇങ്ങനെ. ഇതും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യും. പനി ഇടയ്ക്കിടയ്ക്ക് വരിക, ചില കുട്ടികളെ കണ്ടിട്ടുണ്ടല്ലേ, ഞാൻ കുട്ടികളുടെ കേസ് എടുക്കാൻ കാരണം നിങ്ങൾക്കത് മനസ്സിലാവും. കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ ട്രാക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പനി വരും. നമുക്കും പനി അറിയാതെ ചെറിയ ചൂട് വരും, ഒരു പനിയുടെ ലക്ഷണമൊക്കെ വരും. പക്ഷെ നമ്മൾ അതിനെ അങ്ങോട്ട് ഓവർകം ചെയ്ത് പോകും. ചിലപ്പോൾ വെള്ളം കുടിക്കും, നമ്മൾ ശരിയായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് പരിഹരിക്കാൻ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് ധാരാളം വെള്ളം കുടിക്കുന്നത് വഴി, പ്രോപ്പറായിട്ട് യൂറിനേറ്റ് ചെയ്യുന്നത് വഴി, യൂറിൻ കൃത്യമായിട്ട് വൈപ്പ് ഔട്ട് ചെയ്യുന്നത് വഴി, ജങ്ക് ഫുഡുകൾ ഒഴിവാക്കിക്കൊണ്ട്, ഈ ഒരു സമയത്ത് സ്പൈസി ആയിട്ടുള്ള ആസിഡ് പവർ കൂടുതലുള്ള ഫുഡുകൾ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ഹൈജീനിക് ആയിട്ടുള്ള നമ്മൾ നമ്മുടെ ബോഡീനെ നോക്കുകയാണെങ്കിൽ UTI പൂർണ്ണമായിട്ടും നമുക്ക് പരിഹരിക്കാൻ പറ്റും. ആന്റിബയോട്ടിക്കുകൾ ബാക്ടീരിയ കൊല്ലുകയാണെങ്കിൽ പോലും പക്ഷെ പൂർണ്ണമായിട്ടും വൈപ്പ് ഔട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ പെയിൻ റിലീഫ് ചെയ്യാൻ വരുന്നില്ല. നമ്മുടെ ഇവിടെ കിഡ്നി ഡാമേജ് പോലെ പ്രശ്നങ്ങളൊന്നും വരാതെ പൂർണ്ണമായിട്ടും ക്രാൻബെറി വഴി നമ്മളെ പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു ഡിവൈൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് വെസ്റ്റീജിന്റെ ക്രാൻബെറി. 1 വീതം ഭക്ഷണത്തിന്റെ കൂടെ നിങ്ങൾക്ക് കഴിക്കാം. ധാരാളം ഗുണങ്ങൾ ഇതിന്റെ കൂടെ ഞാൻ ആഡ് ഓൺ ചെയ്ത് തന്നിട്ടുണ്ട്. എനിവേ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം ഈ സ്ലൈഡിലൊക്കെ നിങ്ങൾ കാണാൻ പറ്റും. ഇതിനെല്ലാം കൂടെ ഞാൻ കണക്ട് ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവിടെ കാണാൻ പറ്റും ക്രാൻബെറി കഴിക്കുന്നത് സെൽസിന്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഹാർട്ടിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ? ഇങ്ങനെയെല്ലാം ഞാൻ 1 by 1 അമിതമായിട്ട് ഒബിസിറ്റി, നമ്മുടെ ബോഡീനെ ഒബിസിറ്റികൾ ഇതാക്കാൻ പറ്റുന്നുണ്ട്. ഓവറോൾ ഒരു വുമൺസ് ഹെൽത്തിനെ ആണെങ്കിൽ പോലും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ജെൻസിനും ഇത് കഴിക്കാം. പക്ഷെ ഈ പ്രോഡക്റ്റ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടും നിങ്ങൾ 100% വാങ്ങി നിങ്ങളുടെ കൈകൾ ഉപയോഗിക്കേണ്ടതും, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ കോളേജ് സ്റ്റുഡൻസോ നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് UTI പൂർണ്ണമായിട്ട് പരിഹരിക്കാം. ഇനി വേറൊരു ഇതും കൂടി പറയാം. നിങ്ങൾക്ക് UTI ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മക്കൾക്ക് UTI വരാൻ പോസിബിൾ. കാരണം എന്താ, ഈ ബാക്ടീരിയ ഗ്രോത്ത് നമ്മുടെ വീട്ടിലെ നമ്മൾ എത്ര വാഷ് ഔട്ട് ചെയ്താലും ഈ ബാക്ടീരിയ നമ്മളിലേക്ക് സ്പ്രെഡ് ആവാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു ഡിവൈൻ പ്രോഡക്റ്റ് വുമൺസ് ഹെൽത്തുമായിട്ട് കണക്റ്റഡ് ആണ്. സോ താങ്ക് യു സോ മച്ച് എല്ലാവരും. ഇനി ആരൊക്കെ ഇത് ഉപയോഗിച്ചവരൊക്കെ ചാറ്റ് ബോക്സിൽ എന്ന് ടൈപ്പ് ചെയ്യൂ. ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചവരാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ എന്ന് ടൈപ്പ് ചെയ്യൂ. ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചവരൊക്കെ ഓക്കെ. പ്രഭാകരൻ സാർ താങ്ക് യു. സുബൈദ മാഡം താങ്ക് യു. ഓക്കെ, ഇപ്പൊ ഇത് കേട്ടു. ഇതുവരെ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഇത്രയും മനസ്സിലാക്കിയിട്ടില്ല. ഇനി ആർക്കൊക്കെ വാങ്ങാൻ, നമ്മുടെ DLCPകളൊക്കെ ഇത് അവൈലബിൾ ആണ്. ആരൊക്കെ വാങ്ങാൻ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നു, നാളെ മുതൽക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്കും എന്ന് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്നവരൊക്കെ എന്ന് ടൈപ്പ് ചെയ്യാം. ലീഡേഴ്സ് നോക്കിക്കോളൂ കേട്ടോ. നിങ്ങളുടെ ടീംമേറ്റ്സിൽ ആരൊക്കെയോ പർച്ചേസ് ചെയ്യാൻ വില്ലിങ് ആയവരൊക്കെ ഉണ്ട്, അവരെ സഹായിക്കൂ. അവർക്ക് എന്തെങ്കിലും അതുമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലാരിഫൈ ചെയ്ത് കൊടുക്കൂ. ധാരാളം പേരുണ്ട്, അപ്പോ ഒരുപാട് പേരുണ്ട്. യെസ്, സൂപ്പർ. അപ്പൊ നമ്മുടെ എല്ലാ DLCPകളും ഇത് പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. മാക്സിമം നിങ്ങൾ ഓരോരുത്തരും പേഴ്സണലി യൂസ് ചെയ്യൂ. ഒപ്പം തന്നെ ഇത്തരം സാധ്യതകൾ, മീൻസ് ആർക്കെങ്കിലും നമ്മുടെ ഒരു യാത്രകൾക്കിടയിൽ
ആർക്കെങ്കിലും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്കൊക്കെ ഇതൊരു വെജിറ്റേറിയൻ സോഴ്സ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും റെക്കമെൻഡ് ചെയ്യാം. സോ എനിവേ താങ്ക് യു സോ മച്ച്. ബാക്ക് ടു ഷാജി മിത്തൽ സാർ. താങ്ക് യു സോ മച്ച് ഓൾ ലീഡേഴ്സ്. താങ്ക് യു അച്ഛൻ സാർ. വളരെ വണ്ടർഫുൾ ആയിട്ട് ക്രാൻബെറിയെ കുറിച്ച് നമുക്ക് പറഞ്ഞു വന്നിട്ടുണ്ട്. ആക്ച്വലി ക്രാൻബെറി നമ്മളെല്ലാവരും പറയുന്നത് യൂറിനറി ട്രാക്ക് ഇൻസ്പെക്ഷൻ മാത്രമേ പറയുമെങ്കിലും ഇത്രയും ഗുണങ്ങൾ ഇതിലുണ്ട് എന്ന് ഈ ഒരു സെഷനിലൂടെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ സെഷൻ കേട്ടുകൊണ്ടിരിക്കുന്ന സിംഗപ്പൂരിൽ നിന്ന് തന്നെ എനിക്കിപ്പോൾ 2-3 പ്രൊഡക്റ്റിൻ്റെ ഓർഡർ വന്നു ഈ ഒരു സെഷൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിംഗപ്പൂരിൽ ഇരുന്നുകൊണ്ട്. അപ്പോൾ അതാ പറഞ്ഞ് നമ്മൾ ഈ പ്രൊഡക്റ്റിൻ്റെ ഗുണം നമ്മൾ ഈ സെഷനിലൂടെ എത്രത്തോളം നമുക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട്. അച്ചു സാർ ഇത്രയും നമുക്ക് വേണ്ടി എഫേർട്ട് എടുത്ത് ഈ ഒരു സെഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക, ഇത് നമ്മൾ ഓരോരുത്തരുടെയും ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് നമ്മൾ എത്രത്തോളം നന്ദി പറഞ്ഞാൽ തീരുമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്നും വ്യാഴാഴ്ച ആവാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളാണ്. എപ്പോഴാണോ വ്യാഴാഴ്ച ആവുക, അച്ചു സാറിൻ്റെ സെഷൻ എപ്പോഴാണ് വരിക, ഈ ഒരു ദിവസം നമ്മളുടെ ടീമിൽ മാക്സിമം നമുക്ക് ആകെ ചെയ്യേണ്ടത് ഇതൊന്ന് പ്രൊമോഷൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ, അല്ലേ? പ്രൊമോഷൻ ചെയ്യുക, നമ്മളുടെ ടീമിലെ എല്ലാ ആൾക്കാരും ഇവിടെ എത്തിക്കുക എന്നുള്ള ഒറ്റ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം അത് 1 മണിക്കൂർ എടുത്തുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ടെങ്കിൽ ഇതൊരു അനുഗ്രഹമായിട്ട് നമ്മൾ കാണണ്ടേ. അപ്പോൾ അടുത്ത ആഴ്ചത്തെ നമ്മുടെ സെഷനിൽ നമ്മൾ 500 പേരുണ്ടാവണം എന്ന്, അത് അച്ചു സാറിന് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റാണ്. 500 പേര് ഹൗസ്ഫുൾ സെഷനാക്കി നമുക്ക് കൊടുക്കാൻ സാധിക്കുവാണെങ്കിൽ അദ്ദേഹം ഇതിലും കൂടെ പ്രസൻറ്റേഷൻ ഇതിലും കൂടെ നന്നായിട്ട് ബെറ്ററായിട്ട് നമുക്ക് കുറേ കൂടുതൽ കാര്യങ്ങൾ വെസ്റ്റീജിൻ്റെ 450-ൽ പരം പ്രൊഡക്റ്റിനെ കുറിച്ച് അദ്ദേഹം പഠിച്ചെടുത്ത് നമുക്ക് പറഞ്ഞുതരാൻ റെഡിയായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അച്ചു സാറിന് കൊടുക്കേണ്ട നന്ദി ഈ ചാറ്റ് ബോക്സിലൂടെ മാക്സിമം കൊടുക്കുക. അതുമാത്രമല്ല അടുത്ത വ്യാഴാഴ്ച നല്ലൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് അദ്ദേഹം റെഡിയായി വരുന്നുണ്ടാവും. നമ്മൾ കൊടുക്കേണ്ടത് 500 പേരുള്ള ഹൗസ്ഫുൾ സെഷനാക്കി മാറ്റാൻ ഇതിലുള്ള എല്ലാ ലീഡേഴ്സും അച്ചു സാറിന് വേണ്ടിയല്ല, നമ്മളുടെ ബിസിനസ്സിന് വേണ്ടി, നമ്മളുടെ ടീമിന് വേണ്ടി ഈ ഒരു മണിക്കൂർ നമ്മളെല്ലാ ആൾക്കാരും മറ്റുള്ള എല്ലാ പ്രോഗ്രാം മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ എത്തിക്കാൻ നമ്മൾ ഓരോ ലീഡേഴ്സും തയ്യാറാവുകയാണെങ്കിൽ വെസ്റ്റീജ് നമ്മളെ കേരളത്തിൽ 100% വളരെ നല്ല സക്സസ്സിലേക്ക് പോകാൻ സാധിക്കും ഈ അച്ചു സാറിൻ്റെ ഒരൊറ്റ സെഷൻ കൊണ്ട് തന്നെ. അതുകൊണ്ട് അടുത്ത വ്യാഴാഴ്ച നിങ്ങൾ എല്ലാവരും ഉണ്ടാവും വിത്ത് 500 പേര് ഹൗസ്ഫുൾ സെഷനിലേക്ക്. എല്ലാവർക്കും ഒന്നും കൂടി അച്ചു സാറിന് നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. വിഷ് യു വെൽ ആൻഡ് ഗുഡ് നൈറ്റ്.